ഹലോ, നമ്മൾ ചിക്കൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ മിക്സിൻ്റെ ജാറിലേക്ക് ഈ ചിക്കൻ അങ്ങോട്ടിട്ട് ഒന്ന് നമുക്ക് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ ക്രഷ് ചെയ്തു. അടുത്തത് നമ്മൾ ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചു. ചീഞ്ചട്ടി ചൂടായി വരുമ്പോൾ നമ്മൾ ഉള്ളി ഇട്ടെടുത്തു. ഒരു ഉള്ളി കേട്ടോ, ഒരു ഉള്ളി ഇട്ടു. കുറച്ച് ഇഞ്ചി ഇട്ടു. നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കുന്നൊരു സ്നാക്സ്. മല്ലിയില ഇട്ടു. മല്ലിയിലപ്പെടേണ്ടി അല്ലേ? വേവട്ടെ. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. നമ്മളിതാ ചിക്കൻ വേവിച്ച് ഈ വെള്ളം അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കും. അങ്ങനെ നമ്മൾ ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ. ഈ വെള്ളം നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല, അതുകൊണ്ട് നമ്മൾ ഒരു കണ്ടുപിടുത്തം ചിക്കൻ വെള്ളം. അപ്പം അതൊന്ന് വറ്റട്ടെ കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വെള്ളം വറ്റിയോ നോക്കാം. വെള്ളം വറ്റിയില്ല. 3 പച്ചമുളക്, ഉള്ള കുരുമുളക് ഉരലിലിട്ട് ഇടിച്ചത്. അപ്പം എല്ലാതായി, പച്ചമുളകായി, കുരുമുളകായി, എല്ലായി. ഇനി നമുക്ക് മൂടിയൊക്കെ ഉണ്ടാകും. അതങ്ങനെ വെള്ളം വറ്റട്ടെ. കഴുകി പുഴുങ്ങി വെച്ച് ഉരുളക്കിഴങ്ങ് നമുക്ക് തോലൊഴിക്കാം. ഇനി നമുക്ക് അടുപ്പ് ഞാൻ ഓഫാക്കി വെച്ചിട്ടോ. അത് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കേ. അങ്ങനെ ഞാൻ ഉരുളക്കിഴങ്ങ് മിക്സിയിൽ അടിക്കാൻ നോക്കിയപ്പോൾ വെള്ളമാകുന്ന മാതിരി. അപ്പം നമ്മൾ വേഗത്തിലേക്കാക്കി ഇച്ചിരി മുളകും പൊടി, കളറിന് ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഇച്ചിരി ഗരം മസാലപ്പൊടി, ഓക്കെ. ഒരു ഇച്ചിരി ഉപ്പ്. ചിക്കനിൽ ഓൾറെഡി ഉപ്പിട്ടതാണ്. പിന്നെ ചിക്കൻ്റെ വെള്ളത്തിൽ ഉപ്പുണ്ടാവും. അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങിലില്ലായിരുന്നു, അപ്പോൾ ലേശം ഉപ്പിട്ട് കേട്ടോ. ഇനി നമുക്ക് ലേശം വെളിച്ചെണ്ണ വെച്ചിട്ട് അടച്ചിട്ട് ഒന്ന് വേവിക്കട്ടോ. ഉരുളക്കിഴങ്ങ് ഒന്നും കൂടി വേവാണ്ടേനേന്ന് ഒരു തോന്നുന്നു. നമ്മൾ ചിക്കൻ ക്രഷ് ചെയ്തത്. ഹലോ, അപ്പോൾ നമ്മളതൊക്കെ ഡൈലൂട്ടാക്കി റെഡിയാക്കി വെച്ച് നമുക്ക് ഈ ചിക്കൻ ക്രഷ് ചെയ്തത് ഇളക്കി കൊടുക്കാം. ഇത് നമുക്ക് ഇളക്കാം കേട്ടോ. നമുക്കൊരു സ്പൂണ് കടലപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്കൊരു മുട്ട അതിലേക്ക് വേണം. ഒരു മുട്ട മതിയോ? ഒന്നുകൂടി ഇട്ടല്ലേ? അതൊന്ന് അടിച്ച് ഓഫാക്കിപ്പോ. എന്ത് ഓണൊക്കെ ഉണ്ട്, അത് വേണ്ട. ഹലോ, നമ്മളെ മോൻ മുട്ട അടിച്ച് തരികയാണ്. അതിൻ്റെ ഒച്ച കേൾക്കണേ. ഇത് നമ്മളെടുത്തിട്ട് ഉരുളകളാക്കട്ടെ. നമ്മളങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉരുള ഉരുട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഗ്യാസ് കത്തിച്ചു, ചീനച്ചട്ടി വെച്ചു. നമ്മൾ കട്ട്ലേറ്റൊക്കെ ഇവിടെ റെഡിയാക്കി നമ്മളിവിടേക്ക് എടുത്ത് വെച്ചു. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടാവട്ടെ. നമ്മളെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമ്മളിതാ ഇതിലിട്ട് മുക്കി, മുട്ടയിലിട്ട് മുക്കി ബ്രെഡ് പൊടിച്ചതാ കേട്ടോ. ഞാൻ വക്കത്തിട്ട് കൊടുത്തതാണ്. എൻ്റെ കൈ കൊള്ളണ്ടാച്ചത്. ബ്രെഡ് പൊടിക്കാതെ നമ്മൾ മുട്ടയിൽ മുക്കിയ കട്ട്ലേറ്റ് ആയില്ല. അയ്യോ, നമുക്കിത് ഇത്തിരി സ്പീഡ് കൂടുതലാണ് ഗൈസ്. നമ്മൾ നല്ല പേടിയുണ്ട് ഇതിടുമ്പോൾ. ഇപ്പോഴും എൻ്റെ കൈ കൊള്ളും. ഹലോ ഗൈസ്, നമ്മളെ ചിക്കൻ കട്ട്ലേറ്റ് റെഡി. ഇതായി കൊണ്ട് നിൽക്കുന്ന ഇതായി. പാത്രവും കട്ട്ലേറ്റിന്റെ നിറം ഒരേപോലെ. അതൊരു ഭംഗിയല്ലേ? രണ്ട് പൊടി. കുഞ്ഞെ വന്നോളൂ. കുഞ്ഞതും കൊണ്ട് പോയി. എന്താ മാവേ? അടിപൊളി. നമ്മുടെ അമ്മായിക്ക് ആവണം ഒരു ചിക്കൻ കട്ടൻ ചായ. രക്ഷയ്ക്ക് ഒരു കട്ട്ലേറ്റ് വെക്കാം. നമ്മൾ സ്റ്റീൽ പ്ലേറ്റിൽ വെച്ചപ്പോഴാണ് കട്ട്ലേറ്റ് ടേസ്റ്റ്. അമ്മായിക്ക് നിങ്ങൾ ചായ കുടിച്ചേ? ആയില്ല പറഞ്ഞോടി. അമ്മായി ആ വീഡിയോ ഓൺ ആക്കണതിൻ്റെ മുന്നേ സൂപ്പർ എന്നൊക്കെ ഇവനായില്ല. ഓക്കെ, സൂപ്പർ. ഈ ഡക്സയ്ക്ക് കാത്തിരിക്കുന്നത്. അപ്പം നമ്മൾ എന്തായാലും അവനൊരു കട്ട്ലേറ്റ് കൊടുക്കുന്നതായിരിക്കും. അങ്ങാടി പലഹാരം എന്താണ്
എന്താ പറയാ നമ്മളതിന് എണ്ണക്കടി ഭയങ്കര ഇഷ്ടമാണ്. കായപ്പം തിന്നു, ഉള്ളിവട തിന്നു. ഇങ്ങനെ കണ്ടൊന്നും ഇവിടെ സീവാവ തിന്നൂല. ഹലോ ഗൈസ്, നമ്മൾ ഡെക്സ ബേബി കട്ട്ലേറ്റിന് കാത്തിക്കാണ്. നമുക്ക് കൊടുക്കാം. നമ്മൾ ചെറുക്കണൊക്കെ ഉണ്ട്. ചെക്ക തിന്നേക്കും തിന്നണോ നീ? നമ്മൾ പൊട്ടിച്ചിട്ട് തരാം. ചൂടുണ്ട് അതെ, തിന്നിട്ട് തരാട്ടോ. അവിടെ ഉണ്ട് മോൻ്റെ ഒരു അതവിടെ. നമ്മളെ സീവാവയ്ക്ക് ആദ്യം ഒന്ന് ചെറുത് കൊടുക്കാം. തിന്നോ നോക്കട്ടെ. വാവെന്ന ചിക്കൻ ഉണ്ട് എത്തിയാ. എന്താ ഇതാണ്ടാ അവൻ്റെ സ്വഭാവം. ഇതാ നോക്ക്, ചിക്കൻ ഉണ്ട്. കുട്ടീൻ്റെ പാത്രം ഇടാ. ഇതാട്ടാ. ഹേയ് എന്താ രസം കണ്ടോ. ഓനിട്ടോ വേണ്ടാ, ഞാൻ ടേസ്റ്റ് നോക്കി ചെന്നാലോ. വേണം തിന്നട്ടോ. തിന്ന് കഴിഞ്ഞാൽ തരൂല. ഇതാണ് അവൻ്റെ പതിപ്പ്. അവൻ അങ്ങനത്തെ കണ്ടൊന്നും തിന്നില്ല. നമ്മളെ ഡെക്സ തിന്നേക്കും. ഓ ഡെക്സ തിന്നുന്ന തിരക്കാണ്. ഡെക്സയ്ക്ക് ഒരു ഭക്ഷണം. ഡെക്സ എല്ലാം തിന്നു, മറ്റോ ഒന്നും തിന്നൂല. ഹലോ ഗൈസ്, എൻ്റെ പെൺകുട്ടിക്ക് മതിയായി. പെൺകുട്ടി കുപ്പായ വരണ്ടേ. എൻ്റെ പെൺകുട്ടി മതിയാക്കിയിട്ട് മറ്റോ തിന്നോ നോക്കട്ടെ പോയിട്ട്. നമ്മൾ അടുപ്പത്തോ കരിഞ്ഞോ. വാവ കിടക്കു നോക്ക്. വാവ കിടക്കേനി. അതായത് അവിടെ തന്നെ വെച്ച് നായി. ജീവാവ് എന്തിനാ കൂട്ടി പോയിരിക്കണേ? അത് തിന്നാൻ വേണ്ടാത്തതാണ് അവൻ കൂട്ടി പോയിരിക്കും. അതാ അതൊക്കെ അവിടെ തന്നെ നെട്ടിച്ച് അതാ പൊട്ടെ. എന്താടാ പൊട്ടാ, നമുക്ക് വേണ്ട മതിയായി. തിന്നടാ, നല്ല ടേസ്റ്റ് ഇല്ല. ബാ തിന്ന്, കൂട്ടി തിന്ന് അത് തിന്ന്, ഇത് തിന്ന്. ബാ തിന്നടാ. ഇവനിപ്പോൾ ഇതാണ് വേണ്ടത്. അത് ഓഫാക്കി കത്തട്ടെ. ഹലോ, അപ്പം നമ്മളെ കട്ട്ലേറ്റ് ഇവിടെ റെഡി. കട്ട്ലേറ്റിൻ്റെ കളറിൻ്റെ പ്ലേറ്റും. അപ്പം നമ്മൾ കട്ട്ലേറ്റ് മോനൊക്കെ തിന്ന് സൂപ്പറായിട്ട് തന്നിട്ടോ. അപ്പം നമ്മളെ ചിക്കൻ കട്ട്ലേറ്റാണ്. സൂപ്പറാണ്, അടിപൊളിയാണ്, നല്ല രസമുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു, മോനും ഇഷ്ടപ്പെട്ടു. നിങ്ങൾ കഴിച്ചാൽ നിങ്ങൾക്കും ഇഷ്ടപ്പെടും. ചിക്കനൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ സൂപ്പറായിട്ടുണ്ട്. പിന്നെ എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ വീട്ടിലെത്തിയിട്ടുണ്ടാവും. 7 മണിയായി. നമ്മളെ വൈകുന്നേരത്തെ സ്നാക്സാണ്. നമ്മൾ മോൻ വരുമ്പോഴത്തേന് നമ്മളെ സെറ്റ് ചെയ്തതാണ്. മോൻ ഇവിടെ വർക്കിന് കയറിയിട്ടോ. നമ്മൾ പുറത്തേക്ക് നോക്കലൊക്കെ നിർത്തി വെച്ചിരിക്കുന്നു. ഇപ്പോൾ തൽക്കാലം നിർത്തി വെച്ചാലും ഒന്നും ശരിയാവാത്തതിനെ കൂടെ. അപ്പോൾ ഇവിടെ കയറി. ഇവിടെ ഒരു നല്ല അത്യാവശ്യം വിചാരിച്ച ജോലി കിട്ടിയപ്പോൾ കയറി. അങ്ങനെ അതൊരു ചെറിയ ഹാപ്പിയാണ്. സന്തോഷമായിട്ടിരിക്കുന്നു. നമ്മളെ സന്തോഷ കുടുംബം. ഓണം വരുന്നു. ഓണാകുമ്പോൾ തന്നെ നമുക്ക് എന്തെല്ലാം ഒരുക്കങ്ങളുണ്ടല്ലേ, ഒന്നും പറയണ്ട. അപ്പം എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ വീട്ടിലെത്തി. ചായയെല്ലാം കഴിച്ച് വിചാരിക്കുന്നു. അമ്മമാരെ വീട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരുന്നുണ്ട്. ഈ അമ്മേൻ്റെ പോലെ ഈ അമ്മ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഹാപ്പി അല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? എല്ലാവർക്കും ഗുഡ് നൈറ്റ് പറയണില്ല, ഗുഡ് ഈവനിങ് പറയണമെന്നറിയില്ല. അങ്ങനത്തെ സമയം ആണിത്. അപ്പം നമ്മളെ വീഡിയോ ലെങ്ത് ആക്കുന്നില്ല. നമ്മൾ നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. മോൻ വന്ന് കുളിച്ച് വിളക്കെത്തിച്ച് ജിമ്മിന് പോയി. ഓൻ ചായ കുടിച്ച് ജിമ്മിന് പോയി. ഞങ്ങൾ രണ്ടാളും ഒപ്പം ഇരിക്കണമെന്ന് നേരം ഉണ്ടായില്ല. അങ്ങനെ പോയി. അപ്പം എൻ്റെ മക്കൾക്കൊക്കെ എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹം തന്നുകൊണ്ട്, എൻ്റെ ഇഷ്ടം തന്നുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തട്ടെ കേട്ടോ. ഈ നല്ല വീഡിയോയ്ക്ക് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ഇപ്പം നമ്മൾ കുഞ്ഞു വീഡിയോ ആയിട്ട് ഇവിടെ നിർത്താണ്. എല്ലാവർക്കും ശുഭരാത്രി പറയട്ടെ. 7 മണിക്കൊന്നും ഉറങ്ങില്ല. അപ്പം എല്ലാവരും ഉറങ്ങാൻ നേരത്തെ ഒന്നും എൻ്റെ വീഡിയോ കാണണേ. ഞാൻ ഇന്നലെ എന്ത് വീഡിയോ ഇട്ടത്? ഒരു പായസം വെച്ചില്ല നമ്മൾ കുക്കറിൽ. നമ്മൾ ട്രെൻഡിങ് ആയിക്കൊണ്ട് ഓടുന്ന അമ്പലപ്പുഴ പായസം ഉണ്ടല്ലോ. അപ്പം നമ്മളതിന് എന്ത് പായസം എന്നാ, കുക്കറിൽ സാസം വിട്ട് വേവിച്ച പായസം. അതിന് ഞാൻ അതാ പേരിട്ട്. പക്ഷെ നല്ല ടേസ്റ്റിയാണ്, സൂപ്പറാണ്, അടിപൊളിയാണ്. ഞാൻ അതിനെക്കുറിച്ച് നമ്മളെ ആ വീഡിയോ പറഞ്ഞത്. ഈ വീഡിയോയിൽ ഇത് നമ്മൾ സൂപ്പറാണ്. അപ്പം നമ്മൾ അധികം ഒന്നും ഉണ്ടാക്കിയില്ല, കുറച്ച് നമുക്ക് മാത്രം ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇപ്പം അത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പം ടാറ്റാ, ലവ് യു, ഗുഡ് നൈറ്റ്. ചക്കരുമ്മ, പഞ്ചാരുമ്മ, കട്ട്ലേറ്റ് ഉമ്മ. ആർക്ക് വേണം? നല്ല ടേസ്റ്റ് ഉണ്ടേ.
നല്ല രസമുണ്ട്, സൂപ്പറായിട്ട്. എൻ്റെ അമ്മ 2 എണ്ണം അവിടെ വെച്ച് ഒന്ന് കഴിച്ചിട്ടാ പോയത്. ജിമ്മിന് മുമ്പ് അങ്ങനെ കഴിക്കാൻ പാടില്ല, അങ്ങനെ തോനെയൊന്നും കഴിക്കാൻ പാടില്ല അമ്മേ. ഇത് ഞാൻ ആർക്കും അടുത്ത് കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടാ പോയത്. ആർക്കും എടുത്ത് കൊടുക്കില്ല, ആർക്കും കൊടുക്കില്ല, അത്രയ്ക്കുള്ളൂ. ഞാൻ ഈ രാത്രിയൊന്നും തിന്നില്ല കേട്ടോ. ഇന്ന് ഞങ്ങൾക്ക് പിയാപ്രക്കോര പൊരിച്ചതും പിയാപ്പരക്കും ഈ മഞ്ഞക്കോരയില്ലേ, കിളിക്കോര അറിയില്ല, അത് മുളകിട്ടു, ചോറും. എൻ്റെ മോന് ഓഫീസിൽ അവിടെ ചോറും ചായ എല്ലാം ഉണ്ട്. അപ്പോൾ പിന്നെ അതൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അവർക്ക് അവിടെ നിൽക്കാനുള്ള സ്ഥലം ഉണ്ടാവും. പറഞ്ഞല്ലേ ഞാൻ പോയി വരാനുള്ള ദൂരമുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഡയലപ്പുരം.